+2 പഠനം കഴിയുന്നതോട് കൂടിയിട്ട് മമ്മിക്ക് ഏകദേശം മനസ്സിലായി എനിക്ക് പഠിച്ച് മുന്നോട്ട് പോകാനുള്ള താല്പര്യമില്ല എന്ന്. അപ്പോൾ +2 പരീക്ഷയുടെ എക്സാം ഹോളിഡേയ്സിന്റെ സമയത്ത് മമ്മി എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നീ സാറിനെ പോയിട്ടൊന്ന് കണ്ടോ, കാരണം സിനിമയിൽ എന്തെങ്കിലും ഒരു പണി കിട്ടാതിരിക്കില്ല. അപ്പം ഞാൻ മമ്മീനോട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് മമ്മി അറിയാതെ കറുപ്പ് പാഡില് മോണാക്ടിന് ഫസ്റ്റ്, കഥാപ്രസംഗത്തിന് അങ്ങനെ കിട്ടിയ പേപ്പർ കട്ടിങ് ഒക്കെ ഒട്ടിച്ചിട്ടുള്ളൊരു ഫാമിലി, അതും പിടിച്ച് ഞാൻ കൊടുങ്ങല്ലൂർക്ക് വണ്ടി കയറി. അവിടെ ചെന്ന് എനിക്കറിയാവുന്ന പിന്നെ കമൽസാറിൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോറിക്ഷക്കാരൊക്കെ അവിടെ കൊണ്ടുവന്നാക്കും. അവിടെ ചെന്ന് നോക്കിയപ്പോൾ സബൂർ ആൻറ്റിയാണ്. സബൂർ ആൻറ്റിയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ചാക്കോ ചേട്ടൻ്റെയും മരിയ ടീച്ചറുടെയും മോൻ പൊന്നാനിയിലുള്ളത്. അപ്പോൾ ടീച്ചർക്ക് ഓർമ്മ വന്നു, ഞാൻ സാറിനെ കാണാൻ വന്നതാണ്, ഞാൻ മോണാക്ടിലൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്, നാടകമൊക്കെ കളിക്കുന്നുണ്ട്, നാടകത്തിൽ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിട്ടുണ്ട്, എനിക്ക് സിനിമയിൽ എന്തെങ്കിലും അഭിനയിക്കാം. അയ്യോ സാറ് ഇവിടെ ഇല്ലല്ലോ, സാറ് എറണാകുളത്തോ ഷൂട്ടിങ്ങിനാ. അപ്പം ഞാൻ പറഞ്ഞു നമ്പർ എന്തെങ്കിലും തന്നാൽ ഞാൻ വിളിച്ചു നോക്കായിരുന്നു. അപ്പോൾ വീട്ടിലെ നമ്പർ തന്നു. പിന്നീട് ഞാൻ തിരിച്ചു പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ നമ്പറിലേക്ക് വിളിച്ചു പോകും. വിളിച്ചു നോക്കുമ്പോഴൊക്കെ സബൂർ ആൻറ്റിയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിലുള്ള വേറെ ആരും. എന്നിട്ട് സാറ് ഇവിടെ ഇല്ല എന്ന് തന്നെ പറയണം. പരീക്ഷയാണെങ്കിൽ തുടങ്ങാറുമായി. പരീക്ഷയിൽ എന്തായാലും നമുക്ക് പാസ്സാവാന്നുള്ളത് ഉറപ്പില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ കൊല്ലവും വർഷാവസാനം പരീക്ഷ തുടങ്ങാറാകുമ്പോൾ ആലോചിക്കുന്ന സാറിനെയാണ്, സിനിമയിൽ കമൽ സാറുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. കാരണം നമുക്ക് പൊന്നാനിയിൽ ജനിച്ചു വളർന്ന ഒരു പയ്യനെ സംബന്ധിച്ച് കൊച്ചി അല്ലെങ്കിൽ മദ്രാസിലുള്ള സിനിമ എപ്പോഴും തിയേറ്ററിലാണ് അടുത്ത് വരിക, അല്ലാതെ സിനിമ ലോകത്തിലേക്ക് കടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോഴാണ് ഈ ചെറിയ ചെറിയ ഇന്റർവ്യൂസ്, ഗൃഹലക്ഷ്മി, വനിത, മഹിളാരത്നത്തിലൊക്കെ വരുന്ന ലാലുചേട്ടൻ്റെ അല്ലെങ്കിൽ അക്കുചേട്ടൻ്റെ, ദിലീപേട്ടൻ്റെ ഒക്കെ ഈ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ കയറി കമലിൻ്റെ എന്നുള്ളൊരു ഐഡിയ. ഈ കമൽ സാറാണല്ലോ എൻ്റെ ചെറുപ്പത്തിൽ അവിടെ വീടിൻ്റെ അടുത്ത് ആനപ്പടിയിൽ താമസിച്ചിരുന്നത്. വെറുതെ ഗുഡ് ഡേ ബിസ്ക്കറ്റ് ആയിട്ട് വരുന്ന ആളല്ല സാറ്, ഗുഡ് ഡേ ബിസ്ക്കറ്റ് ആയിട്ട് വരുവന്നു. അപ്പോൾ ഞാൻ പപ്പിച്ചി ഉമ്മച്ചി എന്നാണ് വിളിച്ചിരുന്നത്, പപ്പിലു ആണെങ്കിൽ ഡാഡിയും മമ്മിയും, അങ്ങനെയാണ് പിള്ളേര് വിളിക്കുക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സാറ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, കയ്യിൽ ഗുഡ് ഡേ ബിസ്ക്കറ്റും ഉണ്ട്. പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെന്നപ്പോഴല്ലേ മനസ്സിലായി ഗുഡ് ഡേ ബിസ്ക്കറ്റാണ് അവിടെ കൊടുക്കുന്നത്. ലൊക്കേഷനിൽ വന്നപ്പോൾ നമ്മളുടെ ലൊക്കേഷനിൽ ഞാൻ കാണുമ്പോൾ സാറിന് ഗുഡ് ഡേ ബിസ്ക്കറ്റ്, ഞങ്ങൾക്ക് ക്രാക്ക് ജാക്ക്. അപ്പൊ മനസ്സിലായി എവിടെ വെറുതെ പറഞ്ഞ. അപ്പോ അങ്ങനെ എവിടെ ഞാൻ പറഞ്ഞു നിർത്തിയേ? അതല്ല, അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോ ഡയറക്ടർ ആവാൻ വേണ്ടി അസിസ്റ്റന്റ് ആവാം, പക്ഷെ എനിക്ക് ഉള്ളിൽ ആഗ്രഹം അഭിനയിക്കാനുള്ളതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നോക്കിയിട്ട് സിനിമയിൽ ആക്ടർ ആവാൻ ചാൻസ് ചോദിക്കാന്നല്ലാതെ വേറൊരു വഴി കാണുന്നില്ല. ആ ഇടയ്ക്കാണ് ദിലീപ് ഏട്ടൻ്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടു തുടങ്ങും. കമൽ സാറിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി കയറി പറ്റി നടനായി നായകനായി. അപ്പോഴാണ് എനിക്ക് ഈ ഐഡിയ കിട്ടിയത്. അപ്പൊ കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയ നടനാവാം, ഡയറക്ടർ മാത്രമല്ല. അപ്പൊ അതൊക്കെയാണ് എല്ലാ കൊല്ലവും കൊല്ല പരീക്ഷയുടെ സമയത്ത് നമ്മൾ ആലോചിക്കണമെന്ന്, അല്ലെങ്കിൽ നമുക്ക് ഊർജം തരുന്നത്. അങ്ങനെ കഷ്ടി ജയിച്ച് 9ാം ക്ലാസ്സിൽ മാത്രം 2 വർഷം പഠിച്ചു. ആ കൊല്ലങ്ങൾ അങ്ങനെയായിരുന്നു. അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് തന്നെ മാറ്റി മലയാളം മീഡിയത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഒന്നും കൂടി പഠിക്കണം, എല്ലാം സാഗു എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിലേക്ക് പഠിക്കേണ്ടല്ലോ. അപ്പൊ മലയാളം അറിയില്ല എന്ന് മനസ്സിലായി, ഇംഗ്ലീഷ് അറിയില്ല എന്ന് മനസ്സിലായി. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 കഴിഞ്ഞ് ഞാൻ ഇതിന്റെ ഇടയിൽ 7ാം ക്ലാസ്സിലൊരു സംഭവം ഉണ്ടായി. സാറ് നവരത്ന ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് പൊന്നാനിയിൽ വീണ്ടും വന്നപ്പോ ഞാൻ സാറിനെ കാണാൻ പോയി. സ്റ്റേജിന്റെ പിന്നിൽ കൂടെ പരിപാടി നടക്കുന്ന ഫ്രണ്ടിൽ കൂടെ കയറി വരാൻ പറ്റില്ല. അപ്പൊ ഞാൻ ബാക്കിൽ കൂടെ പോയിട്ട് സാറിനെ തോന്നി, സാറേ ഞാൻ ഷൈൻ ചാക്കോ ചേട്ടൻ്റെയും മരിയ ടീച്ചറുടെയും മോൻ ആനപ്പടിയിലുണ്ടായിരുന്നു. അപ്പൊ സാറ് എന്താ കാര്യം? അല്ല, എനിക്ക് ഡാഡി കാലിൽ ആണി കുത്തി തുരുമ്പ് കയറി ആകെ പോയ്സണായിട്ട്, അല്ല എന്താ പറയാ, ടെറ്റ്നസ് ആയിട്ട് കിടക്കുകയാണ്, സാറിനൊന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സാറ് ചെറിയ പയ്യനല്ലേ, 7ാം ക്ലാസ് പഠിക്കണം. സാറ് സ്വഭാവം ഉണ്ടായിരുന്നു. 2 പേരും കൂടി വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മീനെ കൊണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ചാൻസ് വാങ്ങി തരണം എന്ന് പറഞ്ഞു. അന്ന് അഴകിയ രാമണ് റിലീസ് ചെയ്തു. പിന്നെ സാറിന്റെ ആദ്യം മുതലുള്ള ഉണ്ണികളെ ഒരു കഥ പറയാൻ മുതൽ
എല്ലാം കുട്ടികളെ എനിക്ക് കാണാം. അപ്പൊ കുട്ടികൾക്കും അവസരം കൊടുക്കുന്ന ഒരാള്, അല്ലെങ്കിൽ കുട്ടികൾ കൂടുതലായിട്ട് അഭിനയിക്കാൻ ഇടയുള്ള ഒരു ചിത്രമാണ് സാർ എടുക്കുന്നത് മനസ്സിലായി. അഴകേരാവണമെന്ന് കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ കാവ്യയുടെ കുട്ടിക്കാലം, മമ്മൂക്കയുടെ കുട്ടിക്കാലം, ശ്രീനിയുടെ കുട്ടിക്കാലം, ഫുൾ കുട്ടിക്കാലം. കുട്ടിക്കാലങ്ങളിൽ അന്ന് മമ്മൂക്ക ഉമ്മ വെച്ചിട്ടാണല്ലോ പ്രശ്നം ഉണ്ടായിട്ട് നാട് കിടന്നത് കാവ്യ ചെറുപ്പത്തിൽ. അപ്പൊ അങ്ങനത്തെ സീൻസും കുട്ടികൾക്ക് കിട്ടും. ഓക്കെ, ഇത് വിചാരിച്ചിട്ടായിരിക്കണം ഞാൻ വീട്ടിൽ വിളിച്ചു കൊടുത്തു. സാറും സുഭാവിക്ക് ചായ കുടിച്ചു. അപ്പൊ സാറിനോട് മമ്മി പറഞ്ഞു നീ പറയാനുള്ളത് പറയാം. പെട്ടെന്ന് എന്താ പറയാനുള്ളത് ഓട്ടോഗ്രാഫ്. അപ്പൊ സാറ് തന്നെ എനിക്ക് തന്ന പ്രോഗ്രാമിന്റെ ആ കാർഡ് ഞാൻ സാറിന് കൊടുത്തു. സാർ അതിൽ സ്നേഹപൂർവ്വം കമലിന് എഴുതി. ഞാൻ ഇന്ന് ഓട്ടോഗ്രാഫ് എഴുതുന്നത് അങ്ങനെയാ, സ്നേഹപൂർവ്വം ഷൈൻ, പേര് മാറ്റി. എന്നിട്ട് സാറ് വണ്ടി എടുത്ത് പോവാന്ന് പറയുമ്പോ ഞാൻ മമ്മീനോട് മമ്മി പറഞ്ഞ എനിക്ക് അഭിനയിക്കണമെന്ന് പറയാം. അപ്പൊ മമ്മി പറഞ്ഞു നിനക്കത് അഭിനയിക്കണം. നീ പറഞ്ഞോ ആഹാ. അപ്പൊ സാറ് കീറിട്ടപ്പോ ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു സാറേ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം. അപ്പൊ സാറ് എന്നിട്ട് റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് വണ്ടി എടുത്തിട്ട് പോയി. ഞാൻ പറഞ്ഞിപ്പോ എന്താ പരിപാടി? സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട് വിളിക്കാട്ടോ എന്ന് പറയുന്നു. ഇതിപ്പോ ഒന്നും പറഞ്ഞില്ല. അതിനുശേഷം ഞാൻ പിന്നെ +2 കാണാൻ പോയത് സെബുറാലിയുടെ ഫോൺ നമ്പർ വാങ്ങിയത് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നു. അങ്ങനെ പരീക്ഷയ്ക്ക് മുന്നേ ഞാൻ ഒന്നും കൂടി സാറിനെ കാണാൻ മമ്മീനോട് പറഞ്ഞു സാറ് എറണാകുളത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെറുതെ നമ്പർ ഇട്ട് പോയത്. അങ്ങനെ എറണാകുളത്തേക്ക് കയറി വന്നു. ലൊക്കേഷനിൽ എത്തിയപ്പോ അന്ന് ഗ്രാമഫോണിന്റെ ഷൂട്ട് കിടക്കും, ദിലീപേട്ടന്റെയും നീലജാസിന്റെയും ഒക്കെ. അവിടെ ചെന്നപ്പോ പന്തി എല്ലാം തോന്നി. ആദ്യമായിട്ടാണ് ഞാൻ ലൊക്കേഷൻ കണ്ടത്. എന്റെ കൈയും കാലം മറിക്കാൻ തുടങ്ങി. ഇതിപ്പോ ചാൻസ് വയ്ക്കണ പോലെ ഓണാക്ട് കളിക്കുന്ന പോലത്തെ പരിപാടിയല്ലല്ലോ. ഇത്രയും ആൾക്കാർ ലൈറ്റും ബഹളവും എൻ്റെ ഉള്ളിൽ എന്തഭിനയിക്കാനാണ്. ഞാൻ സാറിനെ നോക്കി പറഞ്ഞ സാറ് ലിഫ്റ്റിന്റെ ഉള്ളിലേക്ക് പോകും. ഒരു കൂട്ടം ആൾക്കാർ എന്താണെന്ന് വ്യക്തമല്ല. അപ്പൊ ഞാൻ ആ കൂട്ടത്തിന്റെ ഇടയിൽ കൂടെ ഹൈറ്റ് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ കയറി പറ്റും. നോക്കുമ്പോ ലിഫ്റ്റ് അടഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ സുഖേട്ടൻ ഇപ്പുറത്ത് അത്യാവശ്യം തടി കമൽ സാറ്. ഞാൻ ഇതിന്റെ ഇടയിൽ സാറേ ഞാൻ ചാക്കോച്ചേട്ടന്റെ മോൻ മരിയ ടീച്ചറിനെ ആനപ്പടിയിലുള്ളത്. നീ എന്താ ഇവിടെ? അല്ല സാറേ എനിക്ക് സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യണം. എനിക്ക് പരീക്ഷയല്ലേ, കാരണം പപ്പുലുവിന് പരീക്ഷ എന്നുള്ളത് അറിയാം. +2 പോയി പരീക്ഷ എഴുതിട്ട് വാന്ന് പറഞ്ഞു. അത് കേട്ടത് ഞാൻ പിന്നെ അവിടെ നിന്നില്ല. ഞാൻ പോയി പരീക്ഷ എഴുതിയിട്ട് വാ എന്നുള്ള വാക്കിലാണ് ഞാൻ പിടിച്ചത്. ഒറ്റ പോക്ക് പോയി വീട്ടിലെത്തി. മമ്മിയെ റെഡി ആയിട്ടുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. സാറിനെ സിനിമയിൽ എടുത്തിട്ടുണ്ട്. പരീക്ഷ ആയിട്ട് വരാൻ പറഞ്ഞു. ഓക്കെ. മമ്മി പെട്ടെന്ന് അങ്ങോട്ട് വിളിച്ചു ചോദിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഭാഗ്യം. പിന്നീട് ഞാൻ കാത്തിരിപ്പ്. കാരണം അടുത്ത പടം ആവണ്ടേ, അടുത്ത പടമാകുമ്പോൾ വാങ്ങാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പടം ഷൂട്ടിങ് നടക്കുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് ആ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ, അതായത് റിസൾട്ട് കാത്തിരിക്കുന്ന സമയത്ത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മണി വേണം. അതിന് മുന്നേ എന്തെങ്കിലും സെറ്റാവും. പത്രത്തിൽ കമൽ ചിത്രം തുടങ്ങുന്നു. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ലൊക്കേഷൻ. അപ്പൊ തന്നെ മമ്മീൻ്റെ അടുത്ത് പറഞ്ഞു മമ്മി ഞാൻ പോവാണ്. അന്ന് ഞാൻ അമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നത് തൃശ്ശൂർ. ഒരു കവറില് 2 ഡ്രസ്സ് ജോഡി എടുത്ത് പോയി ലൊക്കേഷനിലെത്തി. എഞ്ചിനീയറിംഗ് കോളേജാണെന്ന് കണ്ടുപിടിക്കാൻ പാടില്ലല്ലോ. അവിടെ എത്തിയപ്പോ സിദ്ധും ജിഷ്ണുവാണെന്ന് അഭിനയിക്കുന്നത്. അവര് നമ്മൾ എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ കോളേജ്. +2 കഴിഞ്ഞിട്ട് ചെന്നെത്താൻ പറ്റുന്ന സ്ഥലം തന്നെ കോളേജ്. ഒരുപാട് പിള്ളേരും. അപ്പൊ ഞാൻ ഈ പിള്ളേരൊക്കെ വെക്കേഷൻ ആയിട്ട് എന്താ പടത്തിൽ അഭിനയിക്കാൻ വന്നതായിരിക്കും ഇത്രയധികം ആൾക്കാര്. അപ്പൊ നമ്മളിതിൽ കാണുന്നില്ല, ഞാൻ സാറിന് കാണുന്നുണ്ട്. അപ്പൊ സാറ് ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും. സുഖേട്ടുണ്ട് ക്യാമറ ചെയ്യാന്ന്. അപ്പൊ ഞാൻ സുഖേട്ട അത്യാവശ്യം നല്ല വലിയ ക്യാമറയ്ക്ക് പെയിന്റിലൊക്കെ ഇരിക്കുന്നത്. രണ്ടുപേരും ഇറങ്ങി വരുന്ന ഒരു ഷോട്ടാണ് ആദ്യം എടുത്ത്. ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങി വരുന്നത് സാറ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് കയ്യടിയൊക്കെയുണ്ട്. ആ ഷോട്ട് കഴിഞ്ഞ് രേണുകയുടെ ഒരു ഷോട്ട് എടുക്കാൻ അപ്രോച്ചിങ് ഷോട്ട് ട്രാക്ക് വിട്ടുള്ളൂ. അപ്പൊ മനോഹരായിട്ടില്ല നമ്മുടെ ട്രെയിനിലെ മനോഹരയുടെ കുട പിടിക്കുന്നുണ്ട്. അപ്പൊ ഈ പാച്ചുകൾ വീഴുന്നുണ്ട് രേണുകയുടെ. അപ്പൊ ഈ പാച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകണം. അപ്പൊ 2-3 ടേക്ക് കഴിഞ്ഞപ്പോ മനോഹരയുടെ എല്ലാം കുട അടച്ചിട്ട് ബാക്കിലേക്ക് പോയി. അതിന്റെ ഇടയിൽ ടേക്ക് 3-4 ഒക്കെ വിളിച്ചപ്പോ ഞാൻ പെട്ടെന്ന് കുട എടുത്തിട്ട് കട്ട് ചെയ്ത് തുടങ്ങിയില്ല. അപ്പൊ സാറ് ഓക്കെ റെഡി അല്ലേ? അപ്പൊ ഞാൻ റെഡി. അങ്ങനെ ടേക്ക് ഓക്കെ ഫസ്റ്റ് കൊടുത്തിട്ട് വർക്ക് തുടങ്ങി. അപ്പൊ തന്നെ സാർ പാക്കപ്പം വിളിച്ചു. ഓടി കാറിൽ കയറുമ്പോ ഞാൻ സാറേ ഞാൻ ചാക്കോച്ചേട്ടാ എന്റെ മരിയ ടീച്ചറിന്റെ മോൻ പൊന്നാനുള്ള. നീ എന്താ ഇവിടെ? അല്ല സാറ് അടുത്ത പടത്തിൽ വരാൻ പറ്റില്ല, ഞാൻ ജോയിൻ ചെയ്തു, ഞാനാണ് കൊടയൊക്കെ പിടിച്ചു. അല്ല സാറേ അപ്പൊ പറഞ്ഞു നീ ഒരു ഹോട്ടലിലേക്ക് വരാമല്ലോ. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ
ഭക്ഷണം കഴിക്കണമെന്നല്ല കേട്ടോ, താമസിക്കുന്ന ഹോട്ടൽ ലൂസി ഹോട്ടൽ, അവിടേക്ക് വന്നു. അവിടെ ചെന്നപ്പോൾ കുറച്ചു നേരം പുറത്ത് വെയിറ്റ് ചെയ്തു. ഇടയ്ക്ക് ഞാൻ ഫോൺ വിളിച്ച് റിസപ്ഷനിൽ നിന്ന് സാറിന് ഒന്ന് ഓർമ്മിപ്പിക്കും, സാറേ ഞാൻ ഇവിടെ ചകച്ചോട്ടൻ്റെ അങ്ങനെ സാറിൻ്റെ റൂമിലേക്ക് വിളിപ്പിച്ചു. എനിക്കറിയാം ഇത് ഒഴിവൊഴിവ് പറയാനാണ്. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഒന്നും ടെൻഷൻ അടിക്കണ്ട, താമസിക്കേണ്ട ചിലവൊന്നും കാര്യത്തിൽ ഒന്നും ആലോചിക്കേണ്ട, ഞാൻ അമ്മയുടെ വീട്ടിൽ ഒരു അമ്മയുടെ വീട് അലമാവാം, പിന്നെ ഭക്ഷണമൊക്കെ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം, പിന്നെ ഒരു അധിക ചിലവും ഉണ്ടാവില്ല, ഞാൻ ഡെയിലി വീട്ടിൽ നിന്നോളാം, എന്നെ നിർത്തി തന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം ഈ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പറഞ്ഞേക്കാന്ന് അറിയില്ലല്ലോ, ദുബായിലേക്കാ ബഹ്റൈനിലേക്കാ സൗദിയിലേക്കാണെങ്കിൽ കഴിയും. അപ്പോൾ അങ്ങനെ സാറ് പറഞ്ഞു, ആ എല്ലാ ഷൈന ഇപ്പൊ ആള് കൂടുതൽ, ഇപ്പൊ തന്നെ ഒരാൾ കൂടുതലുണ്ട്, ആ ഒരാള് പുതിയത് വന്നിട്ടുണ്ട്, അതാണ് നേരത്തെ സൗബിൻ പറഞ്ഞ ഷംജു, നിരക്ക് വീണെന്ന് പറഞ്ഞു കുടുംബത്തിൽ നിന്ന്. അപ്പൊ അടുത്ത പടത്തിൽ സാർ അടുത്ത പടത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തോളാം, ഇങ്ങനെയൊക്കെ നിന്നു സാറോ. ഒരു തരത്തിലും പോകും, കാരണം ഇത്തിരി ബോധമുള്ള ഒരാളാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി വിടാമല്ലോ. ഇതൊരു പയ്യന് പോയി അല്ലെങ്കിൽ പിന്നെ സാറിനോട് ചോദിക്കാതെ വരൂ. എന്റെ ബുദ്ധിയിൽ വന്നത് സാറിനോട് ഇനി വിളിച്ചു ചോദിച്ചാൽ സാറ് അടുത്ത പടം ഒന്ന് വീണ്ടും പറയും പേരുണ്ടാകും. അത് കാരണം ഞാൻ നേരത്തെ സാറിനോട് പോലും ചോദിക്കാതെ ജോയിൻ ചെയ്തത്. അപ്പൊ ഇതിന്റെ ഇടയിൽ അകത്തൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്, സലീം പുതിയ ആളോട് വരുന്നുണ്ടോ ഉണ്ടോ ശരി. അപ്പൊ സാറ് പറഞ്ഞു സെലീനെ പോയി കണ്ടാൽ മതി. അപ്പൊ സെലീൻ എന്ന് പറയുമ്പോ എനിക്ക് ഞാനത് ഇത് ഏത് സെലീൻ എന്നുള്ളത് അന്വേഷിച്ചിട്ടുണ്ടോ. പിറ്റേ ദിവസം ഞാൻ വന്നു, ഞാൻ ലൊക്കേഷനിലോ സെലീനെ അന്വേഷിച്ച് നടക്കുക. അതിന്റെ ഇടയിലാണ് എന്നെ ഇവിടെ നിർത്തും, എന്നിട്ട് കൂടെ നടക്കാൻ പറയും, എന്നിട്ട് അവിടെ നിർത്തി കൂടെ നടക്കും. അത് നമ്മുടെ സുഗീത് വിചാരിച്ച് ഞാൻ ഇത് ജൂനിയർ ആർട്ടിസ്റ്റ് പയ്യനാണെന്നാണ്, കോളേജല്ലേ, അപ്പൊ ഒരേ പ്രായത്തിലുള്ള. അപ്പൊ ഞാൻ വിചാരിച്ചതായിരിക്കും അസിസ്റ്റന്റ് പണി, ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക. അപ്പൊ ഞാൻ സുഖിതായിട്ട് ഞാൻ അതൊക്കെ നീ ഇവിടെ നിന്നാ മതി, ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നോളൂ. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പുതിയത് വന്നത്. നീയാണ് പുതിയത് വന്നത്, നിന്നെ 2 ദിവസമായി ഇവിടെ അന്വേഷിച്ചു തുടങ്ങും. സാറ് സെലീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരാൾ വരുന്നുണ്ടെന്ന്. ഓക്കെ, അങ്ങനെ അന്ന് മുതൽ തുടങ്ങിയതാ. അന്ന് ആദ്യമായിട്ട് പെട്ടി ചുമന്നത് കഥ കൊണ്ടുപോകണമെന്ന് നമ്മളാന്നാ പറയാ, ഞാനും ശ്രമിച്ചു. അങ്ങനെ സ്ക്രിപ്റ്റ് ബോക്സ്. അപ്പൊ നമ്മൾ തമാശയിൽ പറയും ഇവരൊക്കെയാണ് അഭിനയിക്കുന്നത്, കഥ കൊണ്ടുപോകുന്നത് നമ്മളാ. രാവിലെ ചുമന്ന് കൊണ്ടുപോയി ആ പെട്ടി അവിടെ വെക്കും. അതാണെങ്കിൽ ഇത്രയും വലിയ പെട്ടിയാണെന്ന് വരെ പൊന്തിച്ചിട്ടുണ്ടാവില്ല. എല്ലാ ദിവസവും കൊണ്ടുവരണം, എല്ലാവരും. പെട്ടെന്ന് ഇപ്പോഴാണ് ചോദിക്കാന്ന് അറിയില്ല. ആ അങ്ങനെ ഇവിടെ വരെ എത്തി. ഇതെങ്ങനെ പറഞ്ഞു ഒപ്പിച്ചെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പൊ ഇതുവരെയായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാത്തിരിപ്പ് സിനിമയില്. അത്രയും ദൈർഘ്യമില്ല ഈ 100ലേക്ക് എത്താൻ. കാരണം ഇതിപ്പോ വന്ന് എനിക്ക് 100 വയസ്സ് പോയ പോലെ ഒരു പ്രതീതിയാണ് എല്ലാവരും നിൽക്കുന്ന കാണുമ്പോ. ഞാൻ ഇടയ്ക്ക് വെച്ച് ഇതന്നെ അല്ല, നമ്മളിടയ്ക്ക് ആഘോഷിക്കാറുണ്ടല്ലോ 75-ാം വയസ്സ് 100-ാം വയസ്സൊക്കെ അതേപോലെ. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി, താങ്ക് യു. ഞാൻ എങ്ങനെയാ അവസാനിപ്പിക്കേണ്ടതെന്ന് അറിയില്ല, കാരണം ഇത് ഒരുപാടുണ്ട് പറയാൻ. അത് കാരണം കുറച്ച് എപ്പിസോഡ് സീരീസ് ആയിട്ട് ഇറക്കണം.